Hello friends, welcome to Jaicys Creative Designs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷുവിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെന്റ് ലുക്കിൽ വരുന്ന ഒരു കുർത്തി ഡിസൈനിങ് ആണ്. സാധാരണ വിഷുവിന് നമ്മൾ കണിക്കൊന്നയുടെ ഫ്ലവർ ഒക്കെയാണ് കൂടുതലായിട്ട് വർക്ക് കാണാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെന്റ് ഒരു ലുക്ക് വരുന്നതിനായിട്ട് ഞാൻ ഇവിടെ ആലിലയുടെ ഒരു ഡിസൈൻ ആണ് ചെയ്തെടുക്കുന്നത്. അതിലാണെങ്കിൽ നമ്മൾ ആപ്ലിക് വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് കുർത്തി ഡിസൈൻ ചെയ്തെടുക്കാം. ഈ വർക്ക് ചെയ്യുന്നത് ബോട്ട് നെക്കിലാണ്. അപ്പോൾ ബോട്ട് നെക്ക് മാർക്ക് ചെയ്ത ശേഷം ആലിലയുടെ ഒരു പിക്ചറും കൂടെ ക്ലോത്തിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തേക്കുന്നത് ഗോൾഡൻ കളറുള്ള ഷുഗർ ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ നെക്കിൻ്റെ ഫസ്റ്റ് റോ ചെയ്തെടുക്കുന്നത്. നീഡിൽ ഈ ഒരു പോർഷനിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ബീഡ്സ് ഞാൻ ഒന്നിച്ച് കോർത്തെടുക്കുകയാണ്. ഒരു 10-15 ബീഡ്സ് ഒന്നിച്ച് ഞാൻ ഒരേ സമയം കോർത്തെടുക്കുകയാണ്. കണ്ടോ, ഇതേപോലെ 15 ബീഡ്സോളം ഞാൻ ഒന്നിച്ച് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് താഴേക്ക് നീഡിൽ കുത്തിയെടുക്കുക. ഇനി ആ ബീഡ്സ് ഇളകി പോകാതെ ഇരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബീഡ്സ് വെക്കണമെന്നില്ല, നമുക്ക് പല രീതിയിൽ ബീഡ്സ് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. ഇനി വീണ്ടും നമ്മൾ നീഡിൽ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഇപ്പോൾ വെച്ച പോലെ തന്നെ ബീഡ്സ് വീണ്ടും വെച്ച് കൊടുക്കുവാണ്. കുറേ ബീഡ്സ് ഒന്നിച്ച് കോർക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നീഡിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബീഡ്സ് ഒന്നിച്ച് ആ നീഡിലേക്ക് കയറും. അപ്പോൾ അത് നല്ല ഈസി ആയിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാനായിട്ട്. ഇനി സെക്കൻഡ് റോയിൽ നമ്മൾ ഷുഗർ ബീഡും റൗണ്ട് ബീഡും കൂടെ ഇടകലർത്തി കോർത്തിട്ട് അങ്ങനെ ഒരു റോയാണ് സെക്കൻഡ് റോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഷുഗർ ബീഡ് ഒരു ഗോൾഡൻ ബീഡ് ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഒന്നിച്ച് കോർത്തെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റിൽ എങ്ങനെയാണ് വെച്ച് ആ ഒരു രീതിയിൽ തന്നെ സെക്കൻഡ് റോയും വയ്ക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് റോയിൽ ഷുഗർ ബീഡും ഗോൾഡൻ ബീഡും വെച്ചിട്ടാണ് തേർഡ് റോയിൽ നമ്മൾ വീണ്ടും ഷുഗർ ബീഡ്സ് തന്നെ വെച്ച് കൊടുക്കും. ഇനി കോൺട്രാസ്റ്റ് കളറുള്ള ഒരു ക്ലോത്തിൽ നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് വെൽവെറ്റിൻ്റെ ക്ലോത്താണ്. അപ്പോൾ നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും ഇതിനു വേണ്ടി എടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇനി നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്.
ഇനി ഗം ഒന്ന് ഉണങ്ങിയ ശേഷം നമ്മൾ ലീഫിന് ചുറ്റും ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഈ ലീഫിന് ചുറ്റും ബീഡ്സ് വെച്ച് കൊടുക്കണം. ഇനി നമ്മളിവിടെ സർദോസി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1 സെൻറ്റിമീറ്ററിലും 1/2 സെൻറ്റിമീറ്ററിലും കട്ട് ചെയ്ത പീസസാണിത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നമുക്ക് നെക്കിന് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാം. നീഡിൽ ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ആദ്യം ഞാൻ 1 സെൻറ്റിമീറ്ററിലുള്ള സർദോസിയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ 1/2 സെൻറ്റിമീറ്ററിൽ അങ്ങനെ നമ്മൾ ആ നെക്കിന് ചുറ്റും ഒന്ന് സർദോസി വെച്ച് കൊടുക്കുകയാണ്. അടുത്ത് വെക്കുന്നത് 1/2 സെൻറ്റിമീറ്ററിലുള്ള സർദോസിയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ നമ്മൾ നെക്കിന് ചുറ്റും വെക്കണം. ഇനി ആ സർദോസിയുടെ എൻഡിൽ ഇതുപോലെ വൈറ്റ് ക്ലിപ്പ് സ്റ്റോണും കൂടെ ഞാനൊന്ന് വെച്ച് കൊടുക്കുവാണ്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പം ഈ ഒരു ലുക്കിലാണ് നമ്മുടെ കുർത്തി വരുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും ഈസി ആയിട്ട് ഡിസൈൻ ചെയ്ത് നോക്കാം. ഈ വിഷുവിന് എല്ലാവരും ഇതുപോലത്തെ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.